ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ റമദാൻ വ്ളോഗായിട്ടാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നീച്ചിട്ടുണ്ടായിരുന്നത്. നീച്ച പാടന്നെ കുറച്ച് പഠിക്കാനായിരുന്നു. എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം അതിന് പ്രിപ്പയർ ചെയ്യാണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ടൈം ഇരുന്ന് ഓതി. ഡെയിലി 20 പേജ് വെച്ചിട്ടാണ് ഓതാറ്. അങ്ങനെ ആകുമ്പോൾ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം ഓതി തീർക്കാം. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും 4 പേജ് വെച്ച് ഓതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 20 പേജ് പെട്ടെന്ന് ഓതി കഴിയും. അങ്ങനെ ഓതി കഴിഞ്ഞപ്പോക്കിന് ബാങ്ക് കൊടുത്തു. അങ്ങനെ പിന്നെ നിസ്കരിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോക്കിന് കുക്ക് ചെയ്യാനുള്ള ചിക്കൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ വൈകാനൊന്നും നിന്നില്ല. ഞാൻ ഉച്ച ആയപ്പോൾ തന്നെ ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. എനിക്ക് രാവിലെയും ഉച്ചക്കൊന്നും വല്ലാണ്ട് ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല. നോമ്പ് തുറക്കണതിൻ്റെ കുറച്ച് മുന്നേ, അതായത് ഒരു 3 മണിക്ക് ശേഷമൊക്കെയാണ് ക്ഷീണവും കേടൊക്കെ തുടങ്ങാറുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ പണി തീർത്ത് വെച്ചാൽ അത്രയും നല്ലതല്ലേ വിചാരിച്ചു. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. കുറച്ച് സമൂസ ഉണ്ടാക്കാനുണ്ട്, പിന്നെ ജ്യൂസ് അടിക്കാനുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കാനുണ്ട്, പിന്നെ ചിക്കൻ കറി വെക്കാനുണ്ട്. ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പത്തിരി ഉണ്ടാക്കൽ ഉമ്മച്ചിൻ്റെ ഡ്യൂട്ടിയാണ്, അപ്പം അത് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റത്തെ നോമ്പ് തുറൻ്റെ വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം ലേറ്റായി. കാരണം പ്രത്യേകിച്ച് ഒന്നുമല്ല, നോമ്പൊക്കെ ആയിട്ട് അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡി ആയി വന്നപ്പോഴേക്കും 4ാമത് നോമ്പായിട്ടുണ്ട്. അതുമാത്രല്ല, ഇതിൽ നോമ്പ് തുറൻ്റെ ഫുൾ വീഡിയോയും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുട്ടിയും കാര്യങ്ങളും പിന്നെ നോമ്പിന്റെ ക്ഷീണവും ഒക്കെ കൂടി ആയിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സമൂസ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോത്തിന് ആ ക്ഷീണം കൊണ്ട് പിന്നെ സൂപ്പ് ഉണ്ടാക്കാനുള്ള അവന് എനർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അത് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അത്യാവശ്യം പ്രോട്ടീനുള്ള ആഹാരം കുറച്ച് കൂടുതൽ കഴിച്ച് കാർബോയും അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡും കുറക്കാനായിരുന്നു എൻ്റെ പ്ലാനിങ്. ഈ ഒരു റമദാന് എന്നെ കൊണ്ട് എവിടെ വരെ എത്തിക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഈ റമദാനിൽ എക്സസൈസ് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് ബോഡിയിൽ അത് എഫക്റ്റീവ് ആയിട്ട് കാണാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഓൾറെഡി എനർജി ഡൗൺ ആയതുകൊണ്ട് ഉള്ള എനർജി നമ്മുടെ ഫാറ്റിൽ നിന്ന് എടുക്കുകയും അതോടുകൂടി ഫാറ്റ് ലൂസ് ആവുകയൊക്കെ ചെയ്യും. അപ്പം ആ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാറ്റ് കുറക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞത് ജ്യൂസ് അടിക്കലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അതിലായിട്ട് നിന്നു. കുറച്ച് ചിക്കു, അതിൽ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് പാല്. ഇതാണ് ചിക്കു ജ്യൂസിന് വേണ്ടത്. എല്ലാരും ജ്യൂസ് അടിക്കുന്ന മെത്തേഡ് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന് കുറച്ച് വല്ലാണ്ട് പറയേണ്ട ആവശ്യമില്ല.
പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു സമൂസേൻ്റെ മസാലയിലോട്ട് കുറച്ച് സ്മാഷ്ഡ് പൊട്ടാറ്റോ ചേർക്കാണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ചേർത്തു. പിന്നെ ഞാൻ സമൂസേൻ്റെ ഷീറ്റ് റെഡിയാക്കാനായിരുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ സമൂസേൻ്റെ ഷീറ്റ് റോൾ ചെയ്യാൻ അറിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് കയറ്റി. പിന്നെ ഞാൻ സമൂസ ഇതേ റോൾ ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നെ സഹായിക്കാൻ എൻ്റെ ബാക്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ എന്താ കാട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറയിലൊക്കെ വന്ന് എത്തി നോക്കി പോകുന്നുണ്ട് ഒരാള്. ഒന്നാമത് നോമ്പിന്റെ ക്ഷീണമൊന്നും വല്ലാണ്ട് അറിയാത്തത് ഇവര് രണ്ടാളും കൂടെ ഉള്ളതുകൊണ്ടാണ്. ഓലെ കളിയും ചിരിയും കണ്ടുകാണ്ട് കുറേ സമയം അങ്ങനെ ഇരിക്കും. അപ്പൊ തന്നെ പിന്നെ നേരം പോണതൊന്നും അറിയില്ല. മറ്റേത് പണ്ടൊക്കെന്ന് പറഞ്ഞാല് എന്താ ബാങ്ക് കൊടുക്കാത്തതെന്ന് നോക്കിയിരിക്കായിരുന്നു. ഇപ്പൊ ബാങ്കൊക്കെ പെട്ടെന്ന് കൊടുക്കണ പോലെ തോന്നാറുണ്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട്. കൂടുതൽ വീഡിയോസൊന്നും ഇതിൽ ആഡാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.